നമസ്കാരം. അൻവി സ്മാർട്ട് കുക്കിംഗ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തിടമ്പ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ തിടമ്പിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കണ്ടു നോക്കൂ കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഒരടി തിടമ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. തിടമ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു ബേസ് ബോർഡാണ്. ഇത് വുഡനിൽ ചെയ്യാം, അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു കാർഡ് ബോർഡിലും ഇതേപോലെ ചെയ്തെടുക്കാം. നമ്മൾ ചെയ്യുന്ന തിടമ്പിൻ്റെ ആ ഒരു ഫ്രെയിമിനനുസരിച്ചാണ് ഈ ഒരു ബേസ് ബോർഡ് നിർമ്മിച്ചെടുക്കുന്നത്. താഴെ ഒരു കുഞ്ഞ് ബോക്സ് പോലെയും ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് ഇതുപോലത്തെ വെൽവെറ്റ് തുണിയാണ്. അത് നെറ്റിപ്പട്ടത്തിന് യൂസ് ചെയ്യുന്ന സെയിം റെഡ് കളർ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് മൊത്തമായിട്ട് കവർ ചെയ്യുക. ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. തുണി മൊത്തത്തിൽ ആ ഒരു ഷേപ്പ് അനുസരിച്ച് ഒട്ടിച്ചെടുക്കണം. ഇനി തിടമ്പിൻ്റെ ആ ഒരു ഫ്രെയിം സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. എല്ലാ സൈഡിലും 1 ഇഞ്ച് ഇട്ടിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. നമ്മൾ ഈ ഫ്രെയിം ചെയ്യുമ്പോഴും, അതായത് ഈ ബേസ് ബോർഡ് ചെയ്യുമ്പോഴും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഗോൾഡൻ ഫ്രെയിമിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ 4 സൈഡിലും വരുന്ന പോലെ വേണം ബേസ് ബോർഡ് ആയാലും ചെയ്തെടുക്കേണ്ടത്. ഗോൾഡൻ ഫ്രെയിം ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം ഈ തിടമ്പിൻ്റെ കൂടെ നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞു ഫ്രെയിം കിട്ടും. അത് സെൻറ്ററിലായിട്ട് ഒട്ടിക്കുക. അതിന് ചുറ്റുമായിട്ട് നാഗപടം ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. അതുപോലെ ഗോൾഡൻ ഫ്രെയിമിനോട് ചേർന്ന് ഇതേപോലെ നാഗപടം ഒട്ടിക്കണം. ഇനി വേണ്ടത് സെൻറ്ററിലായിട്ട് ഒട്ടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിൻ്റെ ഒരു ഫ്രെയിമാണ്. അത് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. കുഞ്ഞ് ഇപ്പോൾ 1 അടിയുടെ തിടമ്പിന് ഏറ്റവും ചെറിയൊരു ഫ്രെയിം മതിയായിരിക്കും. ഇഷ്ടമുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു ഫ്രെയിം സെൻറ്ററിലായിട്ട് ഒട്ടിച്ചെടുക്കുക. അതിന് ചുറ്റുമായിട്ട് ഇതുപോലെ ഫ്ലവർ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. ഗോൾഡൻ ഫ്ലവർ ആയാലും അതുപോലെ ദൈവത്തിൻ്റെ ഒരു ഫ്രെയിം, നാഗപടം, ഇതെല്ലാം വലിയ സൈസിൽ അവൈലബിൾ ആണ്. നമ്മൾ ഏത് സൈസിലുള്ള തിടമ്പാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് മെറ്റീരിയൽസ് വാങ്ങിക്കും. അടുത്തതായിട്ട് വേണ്ടത് കുട നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റിക്കാണ്. അത് ബേസ് ബോർഡ് ചെയ്ത സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബേസിൻ ബോർഡിൻ്റെ ആ ഒരു കർവ് ഷേപ്പിൽ അതിനേക്കാളും കുറച്ചുകൂടെ നീളത്തിൽ വരുന്ന പോലെ 1 ഇഞ്ച് വിട്ടും വരുന്ന പോലെയാണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലെ കുടയുടെ ഫ്രെയിമിനകത്ത് ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലത്തെ സീക്വൻസ് അതിൽ തൂക്കിയിടുന്നുണ്ട്. അങ്ങനെ 3 ഫ്രെയിം നമ്മളിതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് വരുന്ന പോലെ ഈ ഒരു സ്റ്റിക്കിലേക്ക് കുട ഒട്ടിച്ചെടുക്കാം. ഏറ്റവും മുകളിലായിട്ട് ഈ ഒരു കുഞ്ഞ് ബീഡും കൂടി ഒട്ടിക്കണം. ഇത് ഒട്ടിച്ചിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം കേട്ടോ. അടുത്തതായിട്ട് തിടമ്പിന് ചുറ്റിലും വെക്കുന്ന മാലയാണ് ചെയ്തെടുക്കുന്നത്. ഇത് വുളൻ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. വിഗ്രഹത്തിന് മാല ചാർത്തില്ലേ, ആ ഒരു സങ്കല്പത്തിലാണ് തിടമ്പിന് ചുറ്റും ഈ ഒരു മാല ചെയ്യുന്നത്. നമ്മൾ വെക്കുന്ന വിഗ്രഹത്തിൻ്റെ ഒരു സങ്കല്പത്തിനനുസരിച്ചാണ് മാലയും ചെയ്തെടുക്കേണ്ടത്. ചെത്തി തുളസി ആ ഒരു കണക്കിനാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഗ്രീന്, റെഡ്, അതുപോലെ യെല്ലോ വെച്ചിട്ടാണ് ഈ ഒരു മാല ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളറ് സെലക്ട് ചെയ്യാം.
മാല മൊത്തം റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് തിടമ്പിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഗോൾഡൻ ഫ്രെയിമും ബേസും ആയിട്ടുള്ള ആ ഒരു ഗ്യാപ്പിലേക്കാണ് ഈ മാല ഒട്ടിച്ചെടുക്കേണ്ടത്. സാധാരണ ഹെവി ബോണ്ട് വെച്ചോ അല്ലെങ്കിൽ B7000 ഗമ്മ് വെച്ചോ നമുക്കിത് ഒട്ടിച്ചെടുക്കാം. മാല ഇപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ബാക്കിലായിട്ട് കുട വെച്ച് പിടിപ്പിച്ചാൽ മതി. നേരത്തെ റെഡിയാക്കി വെച്ച് ഈ ഒരു കുട തിടമ്പിൻ്റെ ബാക്ക് സൈഡിൽ വെച്ച് പിടിപ്പിക്കാം. അതിനായിട്ട് ഈ ഒരു കുട ജസ്റ്റ് ഒന്ന് അതിന് മുകളിലായിട്ട് കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. അതിന് ശേഷം അത് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തിടമ്പ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ബേസ് ബോർഡ് ചെയ്യാൻ മാത്രമാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത്. അത് ഒരു കടയിൽ പറഞ്ഞ് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു തിടമ്പ് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ വലിയ സൈസിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.